നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഫോണിൽ ഇഷ്ടംപോലെ നമ്മളിപ്പോഴും സത്യമാണെന്ന് വിചാരിക്കുന്ന മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മളിന്ന് പൊളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ മിത്താണ് കൂടുതൽ മെഗാ പിക്സൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോ കിട്ടുമെന്ന് പറയുന്നത്. ഇത് നമ്മളെ ഒരു മണ്ടൻ ചിന്ത മാത്രമാണ്. നമ്മളെ ഫോണിന്റെ മെഗാ പിക്സൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോന്റെ സൈസ് കൂടും. അതേപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോ സൂം ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി നഷ്ടമാവില്ല എന്നൊരു ഉപകാരം മാത്രമേ ഈ സാധനത്തിനുള്ളൂ. അല്ലാതെ നല്ലൊരു ഫോട്ടോ ഉണ്ടാവുന്നത് ഏത് സെൻസറാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ ക്യാമറന്റെ അപ്പറേച്ചർ, അതുപോലെ തന്നെ ഇമേജ് പ്രോസസ്സിംഗ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നല്ലൊരു ഫോട്ടോ ഉണ്ടാകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു 48 MB ഉള്ള ഐഫോണിന്റെ നിൽക്കുന്ന ഫോട്ടോയും അതേപോലെ 15,000 രൂപ വരുന്ന ഫോണിലുള്ള 48 MB ഫോട്ടോയും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ഫോട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐഫോൺ തന്നെയായിരിക്കും, 15,000 രൂപേന്റെ ഫോൺ ആയിരിക്കില്ല. ഈ ഒരു മിത്ത് കറക്റ്റ് ആണെങ്കിൽ രണ്ടിന്റെ ഫോട്ടോ സിമിലർ ആവുന്നുണ്ടല്ലോ, പക്ഷെ അങ്ങനെ ആവാത്തതുകൊണ്ട് തന്നെ ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ്. അടുത്തൊരു മിത്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിന്റെ പെർഫോമൻസ് കൂടും എന്ന് പറയുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി റോങ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കംപ്ലീറ്റ്ലി കറക്റ്റ് ആവണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മിക്ക ഫോണുകളിൽ നമ്മൾ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാതിരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെർഫോമൻസ് വലിയ തോതിൽ ബാധിക്കുന്നതായിരിക്കില്ല. എങ്കിൽ പോലും നമ്മൾ ചില ആപ്സിനൊക്കെ നമ്മൾ ഈ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ലൊക്കേഷനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതായിരിക്കും. ആ സമയത്ത് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതലായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവാനും ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും പെർഫോമൻസ് വലിയ തോതിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ ഈ മിത്ത് കറക്റ്റ് വർക്ക് ആവുന്നത് ഈ റാം കുറഞ്ഞ 2 GB 4 GB റാമുള്ള ഫോണുകളിലൊക്കെയാണ്. ആ ഫോണിലൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് റാം ഒക്യുപ്പൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളൊരു വലിയ ഗെയിംസ് ഒക്കെ തുറക്കുന്ന സമയത്ത് ആ ഗെയിമിന് ആവശ്യമുള്ള സ്പേസ് റാമിൽ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു മിത്താണ് ഈ ബാർ ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നെറ്റിന്റെ സ്പീഡ് കിട്ടും. ഇതെന്ന് പറയുന്നത് വേറൊരു അന്ധവിശ്വാസം മാത്രമാണ്. ഈ ബാർ കാണിക്കുന്നത് നിങ്ങൾ ടവറും അതുപോലെ തന്നെ നിങ്ങളായിട്ടുള്ള ഡിസ്റ്റൻസ് മാത്രമാണ്, അല്ലാതെ ഈ നെറ്റിന്റെ സ്പീഡുമായിട്ട് അതിന് വലിയ തോതിലൊരു ബന്ധമൊന്നുമില്ല. ഈ നെറ്റിന്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ടവറിൽ എത്ര ആൾക്കാർ ഒരേ സമയം യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഫോണിന്റെ ഈ സിഗ്നൽ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും, അതുപോലെ തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള സിമ്മാണ്, 4G ആണോ 5G ആണോ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പരിപാടി പോകുന്ന സമയത്ത് ഈ ബാർ ഭയങ്കര ഫുൾ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് സ്പീഡ് കിട്ടത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ആ സമയത്ത് ടവർ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് റേഞ്ച് കിട്ടണമായിരുന്നു, പക്ഷെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതും ഒരു മണ്ടത്തരം മാത്രമാണ്. അടുത്തൊരു മിത്താണ് 120 വാൾട്ടിന്റെ ചാർജർ 18 വാൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോൺ കംപ്ലൈന്റ് ആവുമെന്ന് പറയുന്നത്. ഇതും ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ഇപ്പോഴത്തെ മിക്ക ചാർജറുകളിലും അതിന് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഫോണിൽ എത്രത്തോളം വാൾട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഫോൺ 120 വാൾട്ട് സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിന് 120 വാൾട്ടും, അതല്ല 18 വാൾട്ട് ആണെങ്കിൽ ആ 18 വാൾട്ടിന്റെ പവർ മാത്രമേ അത് കൊടുക്കത്തുള്ളൂ, അല്ലാതെ പൊട്ടിത്തെറിക്കുന്നില്ല. പക്ഷേ ഇതേപോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാർജർ ആണെങ്കിൽ മാത്രമാണ്. അടുത്തൊരു മിത്താണ് പെട്രോൾ പമ്പിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്രോൾ പമ്പ് പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നത്. ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. ഈ സംഭവം കുറെ പേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു കള്ളമാണെന്ന്. എങ്കിൽ പോലും പറയാം, ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ സംഭവം സത്യാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പെട്രോൾ പമ്പുകൾ പൊട്ടിത്തെറിക്കുന്നതാണ്. കാരണം നമ്മൾ ഇപ്പോൾ മിക്കവരും പെട്രോൾ അടിച്ചതിന് ശേഷം UPI പേയ്മെന്റ് ആണ് ചെയ്യുന്നത്, അത് ഫോണിലാണ് ചെയ്യുന്നത്. സത്യാവസ്ഥയാണ് പണ്ടേ പൊട്ടിത്തെറിക്കേണ്ടത്, പക്ഷേ ഇതുവരെ എവിടെയും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. എങ്കിൽ പോലും എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഇപ്പോഴും പെട്രോൾ പമ്പിൽ ഈ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് ബോർഡ് വെക്കുന്നത്. ഇത്തരം മിത്താണ് ഈ കോഗ്നിറ്റോ മോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. നമ്മുടെ ഫോണിൽ ഈ കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കില്ല. എങ്കിൽ പോലും നമ്മൾ ISP അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡറിന് അറിയാൻ പറ്റുന്നതാണ് നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിലാണ് കയറി ചെയ്യുന്നത്. അടുത്തൊരു മിത്താണ് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാർജിങ് സ്പീഡ് കൂടുമെന്ന് പറഞ്ഞാൽ ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. സാധാരണ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റർനെറ്റ്, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും ഓൺ ആക്കി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പവർ എടുക്കുന്നുണ്ടാവും. നമ്മൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഓഫ് ആകും. അതുകൊണ്ട് തന്നെ ഇവർ പവർ എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീഡിൽ ചാർജ് ആവുന്നത് പോലെ തോന്നുന്നുണ്ട്. അടുത്തൊരു മിത്താണ് പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻസ് എല്ലാം സേഫ് ആണെന്ന് പറയുന്നത്. ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. ഈ പ്ലേ സ്റ്റോർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആപ്ലിക്കേഷനിൽ പ്രശ്നം കണ്ടുപിടിച്ചിട്ട് അവർ തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. അങ്ങനെ സേഫ് ആണെങ്കിൽ അവർ ഒരിക്കലും ചെയ്യില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തേർഡ് പാർട്ടി വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെക്കാട്ടും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയി തോന്നുന്നത് പ്ലേ സ്റ്റോർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു മിത്താണ് രാത്രി നമ്മൾ ഫോൺ ചാർജ് ഇട്ടിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോണിന്റെ ബാറ്ററി കംപ്ലൈന്റ് ആവും എന്ന് പറയുന്നത്. ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. ഇപ്പോൾ മിക്ക ഫോണുകളിലും ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ചെയ്യുന്ന ടെക്നോളജികളുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ഫോണിന്റെ ബാറ്ററിക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല. അടുത്തൊരു മിത്താണ് ഫോൺ വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അരിക്കുള്ളിൽ വെക്കുക എന്ന് പറയുന്നത്. ഇതും ഒരു റോങ് ഇൻഫർമേഷൻ മാത്രമാണ്. നമ്മൾ അരിക്കുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള വെള്ളമൊക്കെ ചിലപ്പോൾ വലിച്ചെടുക്കുന്നതായിരിക്കും, എങ്കിൽ പോലും അകത്തുള്ള വെള്ളമൊന്നും ഈ അരിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കില്ല. അതേപോലെ തന്നെ അരിക്ക് ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അരികിൽ നിന്ന് പൊടി നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് പോവുക, എന്നിട്ട് ഫോൺ വേഗം തന്നെ അവരെ സഹായത്തോടെ വെള്ളം റിമൂവ് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്കറിയുന്ന കുറച്ച് മിത്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും മിത്സ് അറിയുമെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.